ഞങ്ങളെല്ലാ വാതാലയങ്ങളും ചെന്നുമുട്ടി. ഞാൻ വില്ലേജ് ഓഫീസിന് എപ്പോഴും വന്ന് കാണാറുണ്ട് ഈ സാറിന് എന്നെ നല്ല പരിചയമാണ്. സാറിപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി നിങ്ങളെ പറ്റിക്കണേ ഇരിക്കും, നിങ്ങൾ ഒന്നും ഒരു കാരണം നടക്കുകയില്ല എന്നാ പറയണത്. ഞാൻ ആഴ്ച 2 ദിവസം ഇവിടെ സാറിൻ്റെ അടുത്ത് വരും. വിജീനെ വിളിക്കും, അഭിലാഷിനെ മാത്രം വിളിക്കാറില്ല. ഞാൻ വിജയാണല്ല 15-ാം ഡിവിഷനിൽ നിൽക്കണേന്നും പറഞ്ഞു. ഞങ്ങൾ ഇനി എന്താണ് ഇനി അനുഭവിക്കേണ്ടത്? ഒന്നും അനുഭവിക്കാനില്ല, ഒരുപാട് ദുരിതങ്ങളാണ്. നേരം വെളുത്ത് വരുമ്പോൾ വെള്ളം കയറണം കണ്ടാൽ ആകെ തളർന്നു പോവുകയാണ്. ഞങ്ങൾക്കൊന്ന് ബാത്റൂമിൽ പോകാൻ പറ്റണില്ല. സാറ് വന്നപ്പോൾ ഞാനില്ലാഞ്ഞ അവിടെ. സാറ് കണ്ടതാണ് ഞങ്ങളുടെ സ്ഥിതിഗതികളില്ല. അക്കീനസ് കോളേജിൻ്റെ കിഴക്കുവശത്ത് എന്താണ് നടക്കണേന്ന് അത് വന്ന് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. മേയറിൻ്റെ അടുത്തുമൊക്കെ ഞങ്ങൾ പോയതാണ്, ഒരാളും നോക്കുന്നില്ല. അങ്ങാട് ഇനി ഞങ്ങൾക്ക് എന്താണ് ഈ റിബല്ലോ സാറിൻ്റെ മകനും ഒക്കെ വന്നത്. ഇപ്പോഴും ഞാൻ അതുങ്ങളാരും പറയുന്നതാണ്, എന്താണ് ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി താമോനെ എന്ന് പറയും. വോട്ട് ചോദിച്ച് വരികയില്ലാതെ വേറെ ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഒരാളും ബേസിൽ തുടങ്ങി ഇങ്ങാട് ഞങ്ങൾ അനുഭവിച്ചേക്കണ അനുഭവങ്ങളാണ് ഞങ്ങൾ പറയണത്. ഒരാളെയും ഞാൻ പേരെടുത്ത് പറയാനില്ല. പല ആളുകൾക്ക് അടുത്ത് ഞാൻ വാതറി ഞങ്ങൾ മുട്ടാറുണ്ട്. ഞങ്ങൾ 3-4 പെണ്ണുങ്ങളാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരാളും ഞങ്ങളെ നോക്കൂല, ചെയ്യാമെന്നും പറഞ്ഞു. ഈ ലിജിയുടെ അടുത്ത് ഞാൻ ചെല്ലും, ആഴ്ച 2 ദിവസം വിളിക്കും അതിനെ. ഇപ്പം ഞാൻ വിളിക്കാറുമില്ല, അതിനെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത്. ഇനി ഞങ്ങൾ എവിടെ പോകണം? ഒരിടത്തും പോകാനില്ല. ഈ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാം മതിയായി. ചേച്ചിയൊക്കെ ചേച്ചി കളിപ്പിക്കണേണെന്ന് പറഞ്ഞു. ഈ വില്ലേജിൽ ഇരിക്കണ സാറ് ഇനി എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ നിർത്തിയത്. പിന്നെ ഞാൻ വരവേ ഇല്ല.